ഹലോ ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിന്റെ 12ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം. ഡേ 11 ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ കുറേശ്ശെയായിട്ട് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആൻഡ് ടേക്ക് യുവർ ഹാൻഡ് ലൈക്ക് ദിസ് ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ഭാരമായിരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോഴും ദേഷ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും, അല്ലേ? അപ്പം നമുക്ക് ഡേ 11 അതിങ്ങനെ റിലീസ് ചെയ്യാൻ സ്ലോലി അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രാക്ടീസ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ മനസ്സിലുള്ള ആങ്കറിനെ റിലീസ് ചെയ്ത് നമുക്ക് വളരെ ഫ്രീ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഡേ 12 നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, നിങ്ങൾ പാടുപെടുന്ന ഇവന്മാരുമായിട്ട് കുറച്ച് മൽപ്പിടുത്തമാണ് ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഈ 3-4 പേരുമായിട്ട് ആരൊക്കെയാ? ഫിയർ, ടെൻഷന്, ആങ്കർ, പിന്നെ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗിൽറ്റ്, റിസൻമെൻറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതില്ലാതെ ശരിക്കും മനുഷ്യരില്ല എന്ന് തന്നെ പറയാം. ഫിയറാണ്. നമ്മളെപ്പോഴും കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് പേടി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ചെറുപ്പം തൊട്ടേ എനിക്ക് തോന്നുന്നു ഈ വെട്ടം വീഴുന്നിടം വരെയൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമായിരുന്നു, എനിക്ക് പേടിയാ. ശരിക്കും എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ പോകാൻ പേടി, അവരോട് അത് പറയാൻ പേടി, പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുമോ എന്നുള്ള ഭയം. അങ്ങനെ പേടിയുടെ ഒരു പേടി രാജകുമാരിയായിരുന്നു ഞാൻ, സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ നെഗറ്റീവ് ഇമോഷനായിട്ടുള്ള ഫിയറിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് നമ്മുടെ പലതരത്തിലുള്ള ഫിയർ ഉണ്ട്. അതായത് ഫിയർ ഓഫ് ലോസ്, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള, നമ്മൾ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള ഭയം, പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയുള്ള ചിന്ത, പാസ്റ്റിനെ പറ്റിയിട്ടുള്ള, കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ടുള്ള പേടി, ഇത് റിപ്പീറ്റായിട്ട് വരുമോ എന്നുള്ളൊരു ഭയം. അങ്ങനെ പലതരത്തിലുള്ള ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിയർ എന്താണോ, ഇപ്പം നമുക്കൊരു പേടി എന്നുള്ള സംഭവം മാത്രമേ അറിയത്തുള്ളൂ. ഈ പേടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ശരിക്കും ഒരു ഡിഫെൻസീവ് മെക്കാനിസം. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു കുഴപ്പമാകാൻ പോകും എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒരു അലേർട്ട് തരുവാണ്. ഇത് അങ്ങോട്ട് പോയാൽ നമ്മൾ പാലത്തെ കൂടെ നടക്കുമ്പോൾ താഴെ വീഴുമോ എന്നുള്ള പേടിയാണ്, അല്ലേ? അതായത് താഴെ വീണ് പോവരുത് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ബോഡി മൈൻഡും ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് ഫിയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പാലത്തെ കയറാതിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചു പോകുമോ, ഫിയർ ഓഫ് സക്സസ് ആണ്, ജയിക്കുമോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലുവർ ആണ്, നമ്മൾ ജയിക്കുമോ, നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ സക്സസ് ആകുമോ, നമ്മളെന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ സക്സസ് ആകുമോ എന്നൊക്കെ ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യാൻ മടിക്കും, റിസ്ക് എടുക്കാൻ റെഡിയാവത്തില്ല, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാവത്തില്ല. അങ്ങനെ പല പ്രോബ്ലംസുമാണ് ഫിയർ കൊണ്ട് ശരിക്കും നമുക്ക് വരുന്നത്. ഫിയർ കൊണ്ട് അപ്പോൾ ഫിയറിനെ ഒന്ന് മെരുക്കാൻ പറ്റും, ഫിയറിനെ നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ലൈഫിനെ വളരെ ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഫിയറിൻ്റെ ഞാൻ പറഞ്ഞു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ആ ഡിഫെൻസീവ് മെക്കാനിസത്തിൽ നിന്ന് നമുക്ക് അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ലാത്തതാണ്. എന്നാലോചിച്ച് നോക്കി തോന്നിക്കാണും. കറക്റ്റാണ്. വളരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു എക്സാമ്പിൾ, വളരെ വലിയൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഞാൻ. കാര്യം എനിക്ക് എന്നെ ഒരു വിശ്വാസമില്ല, ഞാൻ കൊള്ളാത്തതാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എനിക്ക് നല്ല 2 മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് പറയാൻ അറിയത്തില്ല, മുട്ടിടിക്കും, അതുപോലെ തന്നെ കാണാൻ കൊള്ളത്തില്ല, എൻ്റെ സ്കിൻ ടോൺ കൊള്ളത്തില്ല, ഫെയർ അല്ല, ഞാൻ ഡാർക്ക് സ്കിൻ ടോണാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഹൈറ്റ് ഒത്തിരി ഇല്ല, ഞാൻ നീളം കുറഞ്ഞ ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഒരു കുഴപ്പക്കാരിയായിട്ട് കൊള്ളാത്തൊരാളായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ പിക്ചറൈസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ, ഞാൻ കൊള്ളത്തില്ല, ഒരു സാഹചര്യങ്ങളിലും ഒരു സിറ്റുവേഷൻസിലും പോയി ചെയ്യാനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി പോകാനും ഒന്നുമുള്ളൊരു കറേജ് എൻ്റെ ഉള്ളിലില്ല. ഞാൻ എന്നെ വിശ്വസിക്കുന്നില്ല, ഞാനൊരു നല്ല വ്യക്തിയാണ്, ഞാൻ ഗുഡ് ഇനഫ് ആയിട്ടുള്ള ഒരാളാണ്, എന്നിൽ എന്തൊക്കെയോ കുറവുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഫിയർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു ഒരിടത്തോട്ട് പോയി ഒരു ഇൻ്റർവ്യൂവിന് പോകണം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോയി അവിടുത്തെ ഒരു മേധാവിയെ കണ്ടാൽ, ഒരു ബാങ്കിൽ പോയി ഒരു കാര്യം ചെയ്യണം, പേടിയാണ്.
അവിടെ ചെന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അവർ നമ്മളെന്തെങ്കിലും കുറ്റപ്പെടും, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, അവർ നമ്മളെ വഴക്ക് പറയുമോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, അങ്ങനെ 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 ചിന്തിച്ചിട്ട് തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയായിരുന്നു നമുക്ക്, സത്യം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മെൻറ്റേഴ്സിനോട് കൂടി എൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കാണ് കുഴപ്പമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് ലോകത്തിലുള്ള മറ്റുള്ളവർക്കൊക്കെയാണ് കുഴപ്പം, എൻ്റെ സാഹചര്യങ്ങളാണ്, ഈ വ്യക്തികളാണ്, ഈ സിറ്റുവേഷൻസാണ് പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എൻ്റെ മെൻറ്റേഴ്സിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിലാണ് കുഴപ്പം, എന്നിൽ വിശ്വാസമില്ലാത്തതും ഞാൻ ഈ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ പ്രക്രിയയെ ഞാൻ വിശ്വസിക്കാത്തതും ഞാൻ സേഫ് അല്ല എന്നുള്ള എൻ്റെ ഒരു അങ്ങ് ഹിഡൺ ആയിട്ട് കിടന്ന അങ്ങ് വിശ്വാസ പ്രമാണങ്ങളുടെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള വിശ്വാസ പ്രമാണമായിരുന്നു ഐ ആം നോട്ട് സേഫ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ സേഫ് അല്ലാത്തടത്ത് ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് എന്ത് വരുന്നത്, എൻ്റെ ഫിയർ വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടേ, ഫിയർ വരുന്നത്, എനിക്ക് പേടി വരുന്നത്, നമുക്ക് ഭയം വരുന്നത് എങ്ങനെ, നമ്മൾ ഒട്ടും സേഫ് അല്ല, സെക്യൂർ അല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. അപ്പോൾ ഈ ലോകം തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോയാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫിയർ എന്നോടൊപ്പം വരും. മറ്റേ സിനിമയിൽ പറയുന്നില്ല, വേർ എവർ യു ഗോ ഐ ആം ദെയർ ഗാദാജാം എന്ന് പറയുന്ന പോലെ ഞാൻ എവിടെ പോയാലും എന്നോടൊപ്പം ആ ഫിയറും വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു എൻ്റെ എസെൻസ്, ഇന്നർ എസെൻസ് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ജോലിയിലായാലും റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും എവിടെ ആയാലും ഫിനാൻസിലായാലും ഈ ഫിയറാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് നന്നായിട്ട് ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്കത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ കുറേ കുറവുകളുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചിരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ ആ പേടിക്ക് ഞാൻ എൻ്റെ ഫുൾ പവർ കൊടുത്തു. ഇപ്പോൾ പേടിയാണ് പിന്നെ എന്നെ ഭരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഓവർ തിങ്ക് ചെയ്ത് തല പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ പിന്നെ എന്തോ ചെയ്യണമെന്നറിയാതെ നമ്മൾ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പാറ്റേൺ. പേടിച്ച് വിറച്ച് കൈയെല്ലാം കൂടെ വിറച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആളാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ പേടിയെപ്പറ്റി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വരുത്തിക്കൂടാ? അതിനൊക്കെ എന്നെ സഹായിച്ച ടൂളുകളാണ് ഞാൻ നിങ്ങളോട് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും പറയും, എനിക്കിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വായിക്കാതെ ഇങ്ങനെ കൊതി വന്നിട്ട് വെള്ളം വരുമെന്ന്. കാര്യം അത്രയും എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തി തന്ന കുഞ്ഞു സാധനങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള അനേകായിരം സ്ത്രീകൾക്ക് ഞാൻ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആ കുഞ്ഞു കുട്ടി കാര്യങ്ങൾക്ക് പറ്റും. ചെറുതിൻ്റെ സന്തോഷം ചെറുതൊന്നും അല്ലെന്നാണ്. അപ്പോൾ ആ ഡിഫെൻസീവ് മെക്കാനിസമായിട്ടാണ് നമ്മളുടെ ബോഡിയും മൈൻഡും ഒക്കെ ഈ ഒരു ഫിയറിനെ കാണുന്നത്. അപ്പം ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ, നമ്മളിൽ വിശ്വാസമുണ്ടായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫിയറിൻ്റെ എലമെൻറ്റ് കുറഞ്ഞ് നമുക്ക് ഈ ലവ് എലമെൻറ്റ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ സെൽഫ് ലവ്, നമുക്ക് നമ്മളോടുള്ള ട്രസ്റ്റും നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫിയർ ഇങ്ങനെ കൂടി വരും. അതേസമയം നമ്മുടെ ലവ് ഇങ്ങനെ കൂടി ട്രസ്റ്റ് ഇങ്ങനെ കൂടി വരുമ്പോൾ, വിശ്വാസം ഇങ്ങനെ കൂടി വരുമ്പോൾ ഫിയർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ, നമ്മുടെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ ഐ ആം സേഫ് എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നും. അപ്പം നമുക്ക് പേടിയില്ല. അവിടെ അച്ഛൻ്റെ ആ സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ റിയൽ ഹീറോയിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പാരൻറ്റ് നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്, നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിയർ എലമെൻറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. നമ്മുടെ ചോയ്സാണ് നമ്മൾ ഫിയറിലേക്ക് പോകണോ നമ്മൾ ലവിലേക്ക് പോകണോ. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ 12th ഡേയിൽ നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉറപ്പായിട്ട് ഒത്തിരി പേർക്ക് ഒരു 99% ആൾക്കാരും എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അവരുടെ ബേസിക് ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻ ഫിയറാണ്. ഫിയറിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഫിയറിൽ നമ്മൾ വർക്ക് ചെയ്താൽ തന്നെ നമ്മുടെ തലയ്ക്ക് കുറേ വെട്ടം വീഴും, വേണ്ടാത്ത സാധനങ്ങളെ കുറേ നമുക്ക് എടുത്ത് കളയാൻ പറ്റും, നമ്മുടെ ആ ഒരു റിയൽ സ്ട്രെങ്തിനെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഫിയർ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിയറിനെ പറ്റി അവെയർ ആവുക. ശരി, എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട്. എൻ്റെ ഒരു വലിയ പേടി എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ശരി, ആ ഒരു പേടിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, എനിക്കങ്ങനെ ഒരു പേടിയുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക്. ആ പേടിയെ ഞാനൊന്ന് അറിയുക. നമ്മുടെ മനസ്സിൽ മിറർ വർക്ക് ചെയ്യുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഡീപ്പായിട്ടുള്ളൊരു ബ്രീത്ത് എടുത്തിട്ട് യെസ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേടി എന്താണോ, ചിലപ്പോൾ ഭാവിയെ പറ്റിയുള്ള പേടിയായിരിക്കാം, എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ബിസിനസ് ഓപ്ഷൻ അത് ശരിയാകുമോ ഇല്ലയോ എന്നായിരിക്കും. നിങ്ങളുടെ പേടി എന്താണോ ആ പേടി എന്താ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് മനസ്സിൽ നമ്മൾ അറിയുക, എനിക്ക് ആ ഒരു പേടിയുണ്ട്. അത് പേടിയോടെ നമ്മൾ സംസാരിക്കുകയാണ്. ഡിയർ ഫിയർ, ഡിയർ പേടി, നീ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുന്നു, ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്കറിയാം നീ എന്നെ സംരക്ഷിക്കാനാണ്, എന്നെ രക്ഷിക്കാനാണ്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നിലേക്ക് വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ആൻഡ് ഐ അക്സെപ്റ്റ് യു, ഐ താങ്ക് യു. ഇത്രയും പറയുക. അതിനുശേഷം വീണ്ടും ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പേടിയെ നമ്മൾ അഫർമേഷൻസ് ആക്കി, പോസിറ്റീവ് അഫർമേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്, എൻ്റെ ജീവിതത്തെ ഇതുവരെ ഏറ്റവും മനോഹരമായി സ്വാധീനിച്ച കുറച്ച് എന്താ പറയുക, സുവർണ്ണ ലിപികളിൽ എഴുതി വെക്കാൻ പറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള കുറച്ച് വാക്യങ്ങളാണ്. ഞാൻ എല്ലാ ദിവസവും കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നത് ഈ വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞിട്ടാണ്. ഓൾ ഈസ് വെൽ, എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ ഓൺലി ഗുഡ് വിൽ കം, ഐ ആം സേഫ്, ഐ ആം ലവ്ഡ് ആൻഡ് ഐ ആം പ്രൊട്ടക്റ്റഡ്. ഒന്നുകൂടെ പറയാം, ഓൾ ഈസ് വെൽ, എല്ലാവരും നല്ലവരാണ്, എൻ്റെ ചുറ്റുമുള്ള എല്ലാം നല്ലതാണ്. എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, എനിക്ക് വേണ്ടി ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ ഓൺലി ഗുഡ് വിൽ കം, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഏറ്റവും നന്മയായിട്ടുള്ളത് മാത്രമേ എനിക്ക് സംഭവിക്കത്തുള്ളൂ. ഐ ആം സേഫ്, ഞാൻ സുരക്ഷിതയാണ്. ഐ ആം ലവ്ഡ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ഐ ആം പ്രൊട്ടക്റ്റഡ്, ഞാൻ സംരക്ഷിക്കപ്പെടുന്നു. ഇതിലും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട സത്യത്തിൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മളോട് ഫിയറിനോടൊന്ന് സംസാരിച്ചതിന് ശേഷം പറയേണ്ട അഫർമേഷൻ, ഓൾ ഈസ് വെൽ, എവറിഥിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ ഓൺലി ഗുഡ് വിൽ കം, ഐ ആം സേഫ്, ഐ ആം ലവ്ഡ് ആൻഡ് ഐ ആം പ്രൊട്ടക്റ്റഡ്. ഇത് സ്ഥിരമായി ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പേടിയും പമ്പ കടത്താൻ നിങ്ങൾക്ക് കഴിയും. സോ നമ്മൾ ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്നേഹിക്കുകയാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന ഒരാളാണ്. നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കാണണ്ട, ആളെ ആക്സെപ്റ്റ് ചെയ്യുക, ആളെ അംഗീകരിക്കുക, എന്നിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് പതുക്കെ നമുക്ക് ഇയാളെ പറഞ്ഞു വിടാം. അപ്പോൾ റെഡി ആണെങ്കിൽ ഡേ 12 മിറർ വർക്ക് ഡൺ എന്നുള്ള കാര്യം ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിലിടുക. 13ാമത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. ഡേ 21 വരെയുണ്ട് നമ്മുടെ മിറർ വർക്ക് പ്രാക്ടീസ്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെയുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് വി ലവ് യു. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.